നമസ്കാരം. മാർച്ച് അവസാന ദിനത്തോടെ പ്രധാനപ്പെട്ട ഗ്രഹങ്ങളെല്ലാം രാശിമാറ്റത്തിലേക്ക് പ്രവേശിക്കുകയാണ്. പ്രത്യേകിച്ച് ശുക്രനും സൂര്യനും രാശിമാറ്റത്തിന് ഒരുങ്ങുന്നതാണ്. മാർച്ച് 29 ശുക്രനും സൂര്യനും രാശിമാറ്റത്തിന് ഒരുങ്ങുകയാണ്. തന്മൂലം ഇരു ഗ്രഹങ്ങളും രാശി മാറി ഒരേ രാശിയിലേക്ക് പ്രവേശിക്കുന്നതാണ്. ഏപ്രിൽ തുടക്കം അതിനാൽ രാജയോഗം രൂപം കൊള്ളുന്നതാണ്. തന്മൂലം വളരെയധികം നേട്ടങ്ങൾ നൽകുന്നതായ ശുക്രാദിത്യ രാജയോഗം ഏപ്രിൽ തുടക്കത്തിൽ തന്നെ രൂപം കൊള്ളും. മാർച്ച് 29 ശേഷം രൂപം കൊള്ളുന്ന ഈ രാജയോഗം ഏപ്രിൽ ആദ്യവാരം തന്നെ ശക്തിയോടെ നിലനിൽക്കുന്നതാണ്. ഈ രാജയോഗത്തിന്റെ ഗുണങ്ങൾ പ്രധാനമായും നേടിയെടുക്കാൻ പോകുന്ന രാശിക്കാരെ കുറിച്ചാണ് ഈ വീഡിയോയിലൂടെ പരാമർശിക്കാനായി പോകുന്നത്. പറയുന്നത് പൊതുഫലപ്രകാരമാണ്. അതിനാൽ ജാതകപ്രകാരം ഈ ഫലങ്ങളിൽ ഏറ്റക്കുറച്ചിലുകൾ വന്നു ചേരാം. ഏവരും ഇഷ്ടദേവതയുടെ നാമം കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുവാൻ ശ്രമിക്കുക. വിശേഷാൽ മാസാധ്യ പൂജയുടെ ഭാഗമാകുവാൻ ആഗ്രഹിക്കുന്നവർ പേരും ജന്മനക്ഷത്രവും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ആദ്യത്തെ രാശിയായി പരാമർശിക്കുവാൻ സാധിക്കുന്നത് ഇടവം രാശി. ഇടവം രാശിയിൽ വരുന്ന നക്ഷത്രക്കാരാണ് കാർത്തിക അവസാന മുക്കാൽ ഭാഗം, രോഹിണി, മകീരം ആദ്യ പകുതി എന്നീ നക്ഷത്രക്കാർ. ഇടവം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം കാര്യങ്ങൾ അനുകൂലമായി തീരും. കാരണം അല്പ ദിവസങ്ങൾക്ക് ശേഷം ഇവരുടെ ജീവിതത്തിൽ രാജയോഗം ആരംഭിക്കുകയാണ്. ഏപ്രിൽ മാസം തുടക്കം തന്നെ നേട്ടങ്ങളുടെ സമയമായി തന്നെ മാറും. ഈ രാജയോഗം ഇവരിൽ വളരെ അനുകൂലമായ ഫലങ്ങൾ, പ്രത്യേകിച്ചും ഐശ്വര്യം വർദ്ധിക്കുന്നതായ സാഹചര്യങ്ങൾ നൽകുന്നതായ സാഹചര്യം വന്നു ചേരും. ശരിയായ രീതിയിൽ പ്രവർത്തിക്കുക, നിക്ഷേപങ്ങൾ നടത്തുക, അത്തരത്തിൽ ധനപരമായ പല കാര്യങ്ങളും അനുകൂലമായി നിങ്ങൾക്ക് ചെയ്യുവാൻ സാധിക്കും. സമ്പത്ത്, ധനം സ്വരൂപിക്കുവാനുള്ള അവസരങ്ങൾ വന്നു ചേരും. ധനപരമായ നേട്ടങ്ങൾ ജീവിതത്തിൽ സ്വന്തമാക്കുവാൻ സാധിക്കും. കുറഞ്ഞ കാലയളവിനുള്ളിൽ തന്നെ നേട്ടങ്ങൾ, ഉയർച്ചകൾ സ്വന്തമാക്കുവാനുള്ള യോഗം, അവസരങ്ങൾ ജീവിതത്തിലേക്ക് വന്നു ചേരും. ഈ രാശിക്കാർക്ക് അത്തരത്തിലുള്ള കാര്യങ്ങളാണ് വന്നു ചേരുക. വിദ്യയിൽ മുന്നിട്ട് നിൽക്കുവാൻ, വിദ്യയിൽ നേട്ടങ്ങൾ കൊയ്യുവാൻ സാധിക്കുന്നതായ സാഹചര്യങ്ങൾ വന്നു ചേരും. വിദ്യയിൽ പുറകോട്ട് നിൽക്കുന്നവർക്ക് പോലും ഉയർച്ച നേടുവാൻ സാധിക്കുന്ന സാഹചര്യങ്ങളായി മാറും. തൊഴിൽ രംഗവുമായി ബന്ധപ്പെട്ട് ബുദ്ധിപരമായ നീക്കങ്ങൾ നിങ്ങൾക്ക് നടത്തുവാൻ സാധിക്കും. തന്മൂലം നേട്ടങ്ങൾ, അത് ധനപരമായോ മറ്റ് നേട്ടങ്ങളോ സ്വന്തമാക്കുവാൻ സാധിക്കും. സാമ്പത്തിക ഉന്നമനത്തിനായി നിങ്ങൾക്ക് പലവിധ കാര്യങ്ങൾ ഈ സമയം ചെയ്യുവാൻ സാധിക്കും. ആ കാര്യങ്ങൾ വിജയത്തിൽ എത്തിക്കുവാൻ സാധിക്കുന്ന സാഹചര്യം കൂടിയാണ് ഉള്ളത്. ജാതകത്തിൽ നിലനിന്നിരുന്നതായ പലവിധ ദോഷങ്ങളും നിങ്ങളിൽ നിന്നും അകന്ന് പോകുന്നതാണ്, അല്ലെങ്കിൽ കുറയ്ക്കുവാൻ സാധിക്കുന്ന സാഹചര്യം കടന്നു വരും. ഭാഗ്യമാണ് നിങ്ങളെ തേടിയെത്തുക. കാരണം ഭാഗ്യം തുണയ്ക്കുന്നതായ സമയമാകുന്നു. അത് നിങ്ങളുമായി ബന്ധപ്പെട്ട ഏതൊരു കാര്യത്തിലും പ്രതിഫലിക്കുന്നതാണ്. അപകടങ്ങളിൽ നിന്ന് പോലും നിങ്ങൾക്ക് രക്ഷ നേടാം, അല്ലെങ്കിൽ വന്നു ചേരുന്ന ദുരിതപൂർണമായ അവസ്ഥകളിൽ നിന്നും നിങ്ങൾക്ക് രക്ഷ നേടുവാൻ സാധിക്കും. പുതിയ തൊഴിൽ അവസരങ്ങൾ, പുതിയ തൊഴിൽ കണ്ടെത്തുവാൻ സാധിക്കുക തുടങ്ങിയ കാര്യങ്ങൾ ജീവിതത്തിലേക്ക് വന്നു ചേരാം. കലാ കായിക രംഗവുമായി ബന്ധപ്പെട്ടും അനുകൂലമായ കാര്യങ്ങൾ, പ്രധാനമായും കലാമേഖലകളിൽ വളരെയധികം നേട്ടങ്ങൾ, ധനപരമായ നേട്ടങ്ങൾ, പ്രശസ്തി വർദ്ധിപ്പിക്കുക, അവസരങ്ങൾ തേടിയെത്തുക തുടങ്ങിയ കാര്യങ്ങൾ സംഭവിക്കാവുന്നതാണ്. പുതിയ സംരംഭങ്ങൾ ആരംഭിക്കുവാനുള്ള അവസരങ്ങൾ കടന്നു വരും. പേരും പ്രശസ്തിയും നിങ്ങൾക്ക് നേടിയെടുക്കുവാൻ സാധിക്കുന്ന സാഹചര്യമാണ് ഉണ്ടാവുക. പല മാറ്റങ്ങളും തൊഴിലുമായി ബന്ധപ്പെട്ട് കൊണ്ടുവരുവാൻ നിങ്ങൾക്ക് സാധിക്കും. അനുകൂലമായ സാഹചര്യങ്ങൾ സൃഷ്ടിക്കുവാൻ സാധിക്കും. ബിസിനസ്സുമായി ബന്ധപ്പെട്ട് പലവിധ നേട്ടങ്ങൾ, ബിസിനസ് പരമായ ഉയർച്ചകൾ നേടിയെടുക്കുവാൻ നിങ്ങൾക്ക് സാധിച്ചു എന്ന് വരാം. ബിസിനസ് പരമായി നഷ്ടങ്ങൾ പോലും നികത്തുവാൻ സാധിക്കുക, ബിസിനസ്സുമായി ബന്ധപ്പെട്ടോ അല്ലെങ്കിൽ മറ്റ് കാര്യങ്ങളുമായി ബന്ധപ്പെട്ട കടബാധ്യതകൾ അല്പം കുറച്ചു കൊണ്ടുവരിക, ആവശ്യത്തിന് ധനം കൈകളിലേക്ക് വന്നു ചേരുക, സഹായമായി ധനം ലഭിക്കുക തുടങ്ങിയ കാര്യങ്ങൾ സംഭവിക്കാവുന്നതുമാണ്.
സഹോദരങ്ങളുമായി ചേർന്ന് അനുകൂലമായ ഫലങ്ങൾ, സന്തോഷകരമായ നിമിഷങ്ങൾ വന്നു ചേരാം. സഹോദരങ്ങളുമായി ബന്ധപ്പെട്ട ബിസിനസ് പോലും ലാഭത്തിൽ കലാശിക്കാവുന്നതാണ്. അത്തരം കാര്യങ്ങളും സംഭവിക്കാവുന്നതാകുന്നു. പ്രതീക്ഷ വളരെയധികം നേടിയെടുക്കുന്ന അല്ലെങ്കിൽ പ്രതീക്ഷിക്കുന്ന കാര്യങ്ങൾ ജീവിതത്തിലേക്ക് സ്വന്തമാക്കുവാൻ സാധിക്കുന്ന അവസരങ്ങൾ തന്നെയാണ് വന്നു ചേരുക. കാര്യങ്ങൾ നിങ്ങൾക്ക് അനുകൂലമായി ഭവിക്കും. ശരിയായ രീതിയിൽ ചിന്തിച്ച് ഈ സമയം നിങ്ങൾ പ്രവർത്തിക്കേണ്ടതായിട്ടുണ്ട്. ഒരു കാര്യത്തിലും എടുത്തുചാട്ടം പാടുള്ളതല്ല. പ്രത്യേകിച്ചും ധനപരമായ കാര്യങ്ങൾ കൈകാര്യം ചെയ്യുമ്പോൾ ശ്രദ്ധ അഥവാ അതീവ ശ്രദ്ധ നിങ്ങൾ പുലർത്തേണ്ടതായിട്ടുണ്ട്. മകരം രാശി. ഉത്രാടം അവസാന മുക്കാൽ ഭാഗം, തിരുവോണം, അവിട്ടം ആദ്യ പകുതി എന്നീ നക്ഷത്രക്കാരാണ് മകരം രാശിയിൽ വരുന്നത്. മകരം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം ഏപ്രിൽ മാസത്തിന്റെ തുടക്കം തന്നെ നേട്ടങ്ങൾ സ്വന്തമാക്കുവാൻ സാധിച്ചു എന്ന് വരാം. നിരന്തരമായ പരിശ്രമങ്ങൾ വിജയത്തിലേക്ക് എത്തിച്ചേരുന്നതിന് സഹായകരമായി തീരും. ജീവിതത്തിൽ പല വിധത്തിലും തിരിച്ചടികൾ നേരിടുന്ന വ്യക്തികൾ തന്നെയാണ് ഇവർ. എന്നാൽ ആ തിരിച്ചടികൾക്ക് വിജയങ്ങൾ കൊണ്ട് നിങ്ങൾക്ക് മറുപടി നൽകുവാൻ സാധിക്കുന്ന സാഹചര്യങ്ങളാണ് വന്നു ചേരുക. പരിശ്രമങ്ങൾ വിജയം കാണും. സാമ്പത്തികപരമായ നേട്ടങ്ങളിലേക്ക് നിങ്ങളെ നയിക്കും. ധനപരമായ നേട്ടങ്ങൾ, അനുകൂലമായ ഫലങ്ങൾ വന്നു ചേരും. തൊഴിൽ മേഖല, കരിയറുമായി ബന്ധപ്പെട്ട് നിങ്ങൾ പ്രതീക്ഷിക്കുന്നതിനേക്കാൾ വളർച്ച, അതും വേഗത്തിലുള്ള വളർച്ച നിങ്ങൾക്ക് വന്നു ചേരാം. സർക്കാരുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് ലഭിക്കേണ്ടതായ അനുമതികൾ ലഭിക്കുവാനുള്ള സാധ്യതകൾ കൂടുതലാകുന്നു. ബിസിനസ്സുമായി ബന്ധപ്പെട്ട് പുരോഗതികൾ, അനുകൂലമായ ഫലങ്ങൾ കൈവരിക്കുവാൻ നിങ്ങൾക്ക് സാധിക്കും. മറ്റുള്ളവർക്ക് നിങ്ങളോടുള്ള ബഹുമാനം വർദ്ധിക്കുന്നതായ സാഹചര്യങ്ങളാണ് വന്നു ചേരുക. മറ്റുള്ളവർക്ക് നിങ്ങളുമായി ബന്ധപ്പെട്ട് അനുകൂലമായ സാഹചര്യങ്ങൾ, തർക്കങ്ങൾ ഒഴിയുക. അവരുമായി ബന്ധപ്പെട്ട് ധനപരമായ നേട്ടങ്ങളോ സന്തോഷ നിമിഷങ്ങളോ വന്നു ചേരാം. ഇത്തരത്തിൽ അടുത്തുള്ള വ്യക്തികളുമായി ബന്ധപ്പെട്ട്, വളരെ വേണ്ടപ്പെട്ട വ്യക്തികളുമായി ബന്ധപ്പെട്ട് അനുകൂലമായ കാര്യങ്ങൾ സംഭവിക്കാം. ബിസിനസ്സുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് കാര്യങ്ങൾ അനുകൂലമാക്കി തീർക്കുവാൻ സാധിക്കും. പേരും പ്രശസ്തിയും വർദ്ധിക്കുന്നതായ സാഹചര്യങ്ങൾ വന്നു ചേരും. കലാമേഖലയിൽ പ്രവർത്തിക്കുന്നവർക്ക് കൂടുതൽ അവസരങ്ങൾ ലഭിക്കുക, ധനപരമായ നേട്ടങ്ങൾ വന്നു ചേരുക തുടങ്ങിയ കാര്യങ്ങൾ സംഭവിക്കാവുന്നതായ മാസം തന്നെയായി മാറും. അനവധിയാർന്ന മാറ്റങ്ങൾ ജീവിതത്തിലേക്ക് കടന്നു വരാം. സാമ്പത്തികപരമായ നേട്ടങ്ങൾക്ക് സഹായകരമായ ചില പ്രവൃത്തികൾ ചെയ്യുവാനുള്ള അവസരങ്ങൾ നിങ്ങൾക്ക് വന്നു ചേരും. പ്രധാനമായും തൊഴിൽപരമായോ ബിസിനസ് പരമായോ നേട്ടങ്ങൾ, സാമ്പത്തികപരമായ നേട്ടങ്ങൾ നിങ്ങളിലേക്ക് വന്നു ചേരാം. കൂടാതെ ഈ സമയം ആത്മീയ കാര്യങ്ങളിൽ കൂടുതൽ താല്പര്യം പുലർത്തുകയും കൂടുതൽ സമയം ചെലവഴിക്കുവാനുള്ള അവസരങ്ങൾ നിങ്ങൾക്ക് വന്നു ചേരും. ആഗ്രഹിക്കുന്നതായ പുണ്യസ്ഥലങ്ങൾ അല്ലെങ്കിൽ മറ്റ് സ്ഥലങ്ങൾ, കുടുംബവുമായി ബന്ധപ്പെട്ട യാത്രകൾ, മറ്റ് യാത്രകൾക്കുള്ള അവസരങ്ങൾ വന്ന് ചേരുന്നതായ സമയമാകുന്നു. ഇത്തരം കാര്യങ്ങളും നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്ന് വരാവുന്നതായ സമയമാകുന്നു. സന്തോഷകരമായ നിമിഷങ്ങൾ വർദ്ധിക്കുകയും കടബാധ്യതകളുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ ഒരു പരിധിവരെ തരണം ചെയ്ത് മുന്നോട്ട് പോകുവാനും നിങ്ങൾക്ക് സാധിക്കും. ഇത്തരത്തിൽ കാര്യങ്ങൾ അനുകൂലമായി ഭവിക്കാവുന്ന സാഹചര്യം തന്നെയാണ് കടന്ന് വന്നിട്ടുള്ളത്. ഈ സമയം ഭാഗ്യം തുണയ്ക്കുന്നതായ സമയമാകുന്നു. അത് ചെയ്യുന്നതായ പ്രവൃത്തികളിൽ പ്രതിഫലിക്കുന്ന സമയമാണ്. ഏപ്രിൽ മാസം തുടക്കം തന്നെ നിങ്ങൾക്ക് കാര്യങ്ങൾ കൂടുതൽ അനുകൂലമായി ഭവിക്കും. തുലാം രാശി. തുലാം രാശിയിൽ വരുന്ന നക്ഷത്രക്കാരാണ് ചിത്തിര അവസാന പകുതി, ചോതി വിശാഖം ആദ്യ മുക്കാൽ ഭാഗം എന്നീ നക്ഷത്രക്കാർ. തുലാം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം കാര്യങ്ങൾ കൂടുതൽ അനുകൂലമായി ഭവിക്കുന്ന സാഹചര്യങ്ങളാണ് വന്നു ചേരുക. അനവധിയാർന്ന നേട്ടങ്ങൾ സ്വന്തമാക്കുവാൻ സാധിക്കുന്നതായ സാഹചര്യം. തൊഴിൽ രംഗവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നിങ്ങൾ പ്രതീക്ഷിക്കുന്നതിനേക്കാൾ നേട്ടങ്ങൾക്കുള്ള അവസരങ്ങൾ വന്നു ചേരും. തൊഴിലിടത്ത് കഴിവുകൾ തെളിയിക്കുവാനുള്ള അവസരങ്ങൾ വന്നു ചേരാം. ഉന്നത ഉദ്യോഗസ്ഥരുമായി ബന്ധപ്പെട്ട് പ്രശംസ, അനുകൂലമായ കാര്യങ്ങൾ ജീവിതത്തിലേക്ക് വന്നു ചേരാം. കാര്യക്ഷമതയോടെ പ്രവർത്തിക്കുവാനുള്ള അവസരങ്ങൾ വന്നു ചേരാം. ബിസിനസ്സുമായി ബന്ധപ്പെട്ട് നേട്ടങ്ങൾ വർദ്ധിക്കുക തുടങ്ങിയ കാര്യങ്ങൾ സംഭവിക്കാവുന്നതാണ്. ഈ സമയം നിങ്ങളുടെ പ്രാരാബ്ധം, ബുദ്ധിമുട്ടുകൾ കുറയുന്നതായ സാഹചര്യങ്ങൾ വന്നു ചേരാം. സ്നേഹിച്ചവരിൽ നിന്നും ശുഭകരമായ വാർത്തകൾ, സന്തോഷകരമായ കാര്യങ്ങൾ കേൾക്കുവാനുള്ള അവസരങ്ങൾ വന്നു ചേരാം. കൂടാതെ സമ്പാദ്യം,
പുതിയ സമ്പാദ്യ പദ്ധതികളുടെ ഭാഗമാകുവാനുള്ള അവസരങ്ങൾ വന്ന് ചേരാവുന്നതാണ്. പോസിറ്റീവായ ചിന്തകൾ മനസ്സിൽ വളർത്തിക്കൊണ്ടുവരുവാൻ സാധിക്കും. അത്തരം കാര്യങ്ങളിൽ ഏർപ്പെടുവാൻ നിങ്ങൾക്ക് സാധിക്കും. പുതിയ ബന്ധങ്ങൾ ജീവിതത്തിലേക്ക് വന്നു ചേരാം. കൂടാതെ ഈ ബന്ധങ്ങൾ വഴി കരിയറുമായി ബന്ധപ്പെട്ടും ബിസിനസ്സുമായി ബന്ധപ്പെട്ടും നിങ്ങൾക്ക് ലാഭം വർദ്ധിക്കുന്നതായ സാഹചര്യങ്ങൾ വന്നു ചേരും. പലവിധ ദോഷങ്ങൾ ജീവിതത്തിൽ അനുഭവിച്ച് പോരുന്നവരാണ് ഇവർ. പലപ്പോഴും പല കാര്യങ്ങളുമായി ബന്ധപ്പെട്ടും തിരിച്ചടികൾ ജീവിതത്തിൽ നേരിടുന്നതായ വ്യക്തികൾ. അതിൽ നിന്നും മാറ്റങ്ങൾ വന്നു ചേരും. അത്തരത്തിലുള്ള കാര്യങ്ങൾ കുറഞ്ഞ് വരുന്നതായ സമയമാണ്. കൂടാതെ ഈ സമയം ഭാഗ്യം പല കാര്യങ്ങളിലും തുണയ്ക്കുന്നതായ സാഹചര്യങ്ങൾ വന്നു ചേരും. അത് ധനപരമായും തൊഴിൽപരമായും ബിസിനസ് പരമായും നേട്ടങ്ങളിലേക്ക് നിങ്ങളെ നയിക്കുന്നതുമാണ്. കൂടാതെ ഈ സമയം നിങ്ങൾക്ക് ശരിയായ രീതിയിൽ പ്രവർത്തിക്കാൻ സാധിക്കുക, സാമ്പത്തികപരമായ അനുകൂലമായ കാര്യങ്ങൾ ജീവിതത്തിലേക്ക് കൊണ്ടുവരിക, പേരും പ്രശസ്തിയും വർദ്ധിപ്പിക്കുക തുടങ്ങിയ കാര്യങ്ങൾ കൊണ്ടുവരുവാൻ സാധിക്കും. ജീവിതത്തിൽ അനിവാര്യമായ ചില മാറ്റങ്ങളുണ്ട്. ആ മാറ്റങ്ങളോട് വിമുഖത പുലർത്തിയിരുന്നു എങ്കിൽ പോലും ഈ സമയം അത്തരം മാറ്റങ്ങൾ നിങ്ങൾക്ക് ജീവിതത്തിലേക്ക് കൊണ്ടുവരുവാൻ സാധിക്കും. കൂടാതെ സഹോദരങ്ങൾ, സുഹൃത്തുക്കൾ, വേണ്ടപ്പെട്ടവരുമായി ബന്ധപ്പെട്ട് സന്തോഷകരമായ നിമിഷങ്ങൾ നിങ്ങൾക്ക് വർദ്ധിക്കാം. ഒന്നിൽ കൂടുതൽ ധനസ്രോതസ്സുകളിൽ നിന്നും ധനം കൈകളിലേക്ക് വന്ന് ചേരുവാനുള്ള സാധ്യതകളുണ്ട്. പല കാര്യങ്ങളിലും ഭാഗ്യം തുണയ്ക്കുന്നതിനാൽ തന്നെ നിങ്ങൾക്ക് ലഭിക്കേണ്ടതായ ധനം ലഭിക്കുക, പ്രതീക്ഷിക്കുന്നതായ ധനം ലഭിക്കുക തുടങ്ങിയ കാര്യങ്ങൾ സംഭവിക്കാം. കടബാധ്യതകളുമായി ബന്ധപ്പെട്ട് പലവിധ വിഷമങ്ങൾ ജീവിതത്തിൽ അനുഭവിക്കുന്നവരാണ് നിങ്ങൾ. അത്തരം കാര്യങ്ങൾക്ക് ഒരു പരിധിവരെ ആശ്വാസം ലഭിച്ചു എന്ന് വരാം. കടബാധ്യതകൾ നിങ്ങൾക്ക് ഒരു പരിധിവരെ ആശ്വാസം നൽകുന്നതായ സാഹചര്യമാണ് വന്നു ചേരുക. സമയം നീട്ടിക്കെട്ടുക, അല്പം കടബാധ്യതകൾ തീർക്കുക തുടങ്ങിയ കാര്യങ്ങൾ സംഭവിക്കാവുന്നതായ സമയമാണ്. ഭാഗ്യം തുണയ്ക്കുന്നതായ സമയമാകുന്നു. ഈ സമയം നിങ്ങൾക്ക് അനുകൂലമായ ഫലങ്ങൾ, വളരെ സന്തോഷകരമായ യാത്രകൾ തുടങ്ങിയ കാര്യങ്ങൾ ജീവിതത്തിലേക്ക് വന്നു ചേരും.